ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ വട ആയിക്കോട്ടെ. ഇതിക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ കാണാം. അപ്പം ഞാൻ വീണ്ടും ഇത് ചെയ്യുവാണ്. അതിനായിട്ട് ചെമ്മീൻ ഒരു 200 ഗ്രാമുകളേ ഉള്ളൂ. ഒരു 1/2 കിലോളം തൊണ്ടുണ്ടായിരുന്നു കിള്ളി വന്നപ്പോൾ. അതങ്ങനെയാണല്ലോ എപ്പോഴും. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. നിങ്ങൾ ഇത്രയൊന്നും എടുക്കണ്ട, കാരണം ഇപ്പോൾ എല്ലാവരുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതിയാവും. ഇതിൽ ഒരു മുളക് മാത്രമേ നല്ല എരിവുള്ളതുള്ളൂ, ബാക്കി ഉള്ളത് സാധാ എരിവുള്ള മുളകാണ്. പിന്നെ ഒരു കുടം അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, തേങ്ങ, കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു സവോളയേക്കാൾ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. പക്ഷേ ചെറിയ ഉള്ളി അത്രയും പോര, ഇവിടെ ഇരിക്കുന്ന അത്രയും പോരാത്തതുകൊണ്ട് ഞാൻ സവോള, പിന്നെ ഞാൻ എപ്പോഴും എളുപ്പമേ നോക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. എല്ലാം കൂടെ അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 1.5 സ്പൂണോളേ വരത്തുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുമ്പം അങ്ങനെയല്ല, എണ്ണയ്ക്കകത്ത് പൊരിച്ചല്ല എടുക്കുന്നത് കേട്ടോ. മാക്സിമം എണ്ണ കുറച്ചെടുക്കാനാണ് നോക്കുന്നത്. അവിടെ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയായിരിക്കും, ഇത്തിരി എണ്ണ വേണം. നമ്മളെടുക്കുമ്പോഴും എണ്ണയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും. ഇതങ്ങനെയല്ല. ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ. നോക്കിയേ, ഇങ്ങനെ വാഴയിലേക്കകത്താണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാനൊരെണ്ണം അടയൊക്കെ വെച്ചിട്ടുണ്ട് മടക്കി. ഇങ്ങനെ അടയാക്കി എടുക്കാമല്ലോ. ഓക്കെ, നന്നായിട്ട് ചൂടായിരിക്കുന്നതാണ്. അതിനകത്തോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കുവാണ്. കുറച്ച് വെച്ചിട്ട് നല്ല പഴുത്തിരിക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഒന്ന് വാടി വരുമ്പോൾ ഒന്ന് മടക്കി കൊടുക്കാം. ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്, നോക്കിയാൽ കണ്ട, ഏറ്റവും കുറച്ച് വെച്ചിരിക്കുക. വാടി കഴിയുമ്പോൾ മടക്കി വെച്ച് കൊടുക്കണം. വീട്ടിൽ അമ്മയൊക്കെ മീനൊക്കെ ഇങ്ങനെ വാഴയിലേക്കകത്ത് പൊള്ളിക്കും. അപ്പോൾ അടിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്. ഈ കുഞ്ഞു കാരപ്പള്ളത്തിയൊക്കെ ഉണ്ട്, അയ്യോ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ആ വാഴയില കൂടി നമ്മളിങ്ങനെ നക്കി കഴിക്കുക, അത്രയ്ക്ക് രുചിയാണ്. വാഴയിലേക്കകത്ത് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ലേശം എണ്ണ, പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അടിയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഉണ്ടാവും. വാഴയില പൊട്ടാതെ അതിനകത്തിരുന്ന് ഇതിങ്ങനെ തിളച്ച് വാഴയില പൊള്ളിക്കുന്നത് അങ്ങനെ. അതെ, വാടിയിട്ടുണ്ട്.
നമ്മൾ മടക്കി കൊടുക്കുക. മടക്കി ജസ്റ്റ് മടക്കിയിട്ട് ഇതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അവിടെ മൂടി വെച്ചു. എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര എണ്ണ. അങ്ങനെയാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനോടത്ത് ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ചെറിയ തീയിൽ അവിടെ ഇരുന്ന് തയ്യാറായി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അതൊന്നെടുത്ത് ഞാൻ മറിച്ചിട്ടതാണ്. അവിടെ ഒന്ന് മൊരിയട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ മറിച്ചിട്ട്. ഇഞ്ചി, കുരുമുളക്, പിന്നെ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മോന് കൊടുത്ത് നോക്കാം, അവൻ എന്ത് പറയുമെന്നറിയാം. അവനുള്ളതുള്ളതുപോലെ പറയുവേ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമൊക്കെ പറക്കുന്നുണ്ടേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതിനേക്കാളും സൂപ്പർ പൊളിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ എണ്ണ വിലയ്ക്ക് ഈ രീതി എല്ലാവരും ചെയ്താൽ മതി കേട്ടോ. ഇനി ചെമ്മീൻ വട പൊരിക്കണമെങ്കിൽ ഇങ്ങനെ, വടയെന്നല്ല ശരിക്കും പറയണ്ട, ചെമ്മീൻ അടയെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് അത് സൂപ്പറാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ മൂടി വെച്ച് അല്പം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പക്ഷെ നേരിയ തീയിൽ ആവി ആയിട്ടാണ് ഇരുന്ന് വേകണത്. അത്യാവശ്യം തെമ്മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.